Fifth question. Find the Fourier series expansion of f of x equal to x if minus pi by 2 less than x less than pi by 2, pi minus x if pi by 2 less than x less than 3 pi by 2. അപ്പോൾ ഇതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ the Fourier series expansion is a naught plus sigma n equal to 1 to infinity an cos nx plus bn sin nx. ഇതെല്ലാം 2π പീരീഡ് ഉള്ളതായതുകൊണ്ടാണ് nx വരുന്നത്. where a naught is equal to 1 by 2π, ഇവിടെ minus pi by 2 to 3π by 2. f of x dx an is equal to 1 by pi minus pi by 2 to 3 pi by 2 f of x into cos nx dx, and bn is equal to 1 by pi minus pi by 2 to 3 pi by 2 f of x into sin nx dx എന്ന് വരും. ആദ്യം എ നോട്ട് കാണാം. എ നോട്ട് ഈസ് ഈക്വൽ ടു 1 by 2 പൈ. ഇൻ്റഗ്രലും രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടിടത്തും വാല്യൂസ് ഉണ്ട്. അപ്പോൾ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എക്സ് ഡി എക്സ് പ്ലസ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2 പൈ മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി എക്സ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? എക്സ് ഈസ് എ ഓഡ് ഫംഗ്ഷൻ. എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഈ വാല്യൂ എന്തായിരിക്കും? 0 ആയിട്ട് പോകും. മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 0 ആയിരിക്കും. 0 പ്ലസ് ഇവിടെ നമുക്ക് സം റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പൈ ഒരു ഫംഗ്ഷൻ ടേം, എക്സ് ഒരു ടേം. അപ്പോൾ പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം പൈ ബൈ 2 ടു 3 പൈ ബൈ 2 വരും. അതായത് പൈ മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈയുടെ ഇൻ്റഗ്രൽ പൈ എക്സ്, എക്സിൻ്റേത് എക്സ് സ്ക്വയർ ബൈ 2. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് 1 ബൈ 2 പൈ പൈ ഇൻറ്റു 3 പൈ ബൈ 2 മൈനസ് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കാം. 3 പൈ ബൈ 2ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 9 പൈ സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു പൈ ബൈ 2 പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ സ്ക്വയർ ബൈ 4 ചെയ്തൊന്നും കൂടെ പറയാം. പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ലിമിറ്റ് കൊടുക്കണം. ആദ്യം മൊത്തത്തിൽ അപ്പർ ലിമിറ്റ് കൊടുക്കും. അപ്പോൾ 3 പൈ ബൈ 2 പൈ ഇൻറ്റു 3 പൈ ബൈ 2 മൈനസ് 3 പൈ ബൈ 2 സ്ക്വയർ ബൈ 2. 3 പൈ ബൈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പൈ സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ 8. 9 പൈ സ്ക്വയർ ബൈ 4 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 വരും. അടുത്തത് പൈ ഇൻറ്റു പൈ സ്ക്വയർ ബൈ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ ബൈ 4 ഇൻറ്റു 2 പൈ സ്ക്വയർ ബൈ 8 എന്ന് വരും. അപ്പം ഇനി നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ. ആദ്യത്തെ ടേം 3 പൈ സ്ക്വയർ ബൈ 2 3 പൈ സ്ക്വയർ ബൈ 2 മൈനസ് 9 പൈ സ്ക്വയർ ബൈ 8. ഇനി അകത്തോട്ട് മൈനസ് ഉണ്ട്. മൈനസ് പൈ സ്ക്വയർ ബൈ 2 പ്ലസ് പൈ സ്ക്വയർ ബൈ 8 എന്ന് വരും. അതായത് ഇത് 3 പൈ സ്ക്വയർ ബൈ 2, ഇത് മൈനസ് 9 പൈ സ്ക്വയർ ബൈ 8. ഇനി ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ മൈനസ് പൈ സ്ക്വയർ ബൈ 2, ഇത് പ്ലസ് ആയിട്ട് മാറും. ഇത് പൈ സ്ക്വയർ ബൈ 8. ഇനി നമുക്ക് ഒരേ ഡിനോമിനേറ്റർ ഉള്ളത് ആഡ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ 3 പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 2 പൈ സ്ക്വയർ ബൈ 2. ഇവിടെ 9 പൈ സ്ക്വയർ ബൈ 8 പ്ലസ് പൈ സ്ക്വയർ ബൈ 8 എന്ന് പറയുമ്പോൾ മൈനസ് 8 പൈ സ്ക്വയർ ബൈ 8 എന്ന് വരും. 1 ബൈ 2 പൈ ഇത് പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എ നോട്ട് 0 എന്ന് വന്നു. ഇനി നമുക്ക് എ എൻ കാണണം. എ എൻ ഇസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യണം. മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2 പൈ മൈനസ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് which is equal to 1 by 2 pi 1 divided by 2 pi
ഇവിടെ നമുക്ക് എക്സ് ഓടും കോസ് ഈവനും ആയതുകൊണ്ട് ഈ ടേം 0 ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി π/2 ടു 3π/2 അത് രണ്ടായിട്ട് നമുക്ക് പൈ കോസ് എൻ എക്സ് മൈനസ് എക്സ് കോസ് എൻ എക്സ് രണ്ടായിട്ട് കാരണം ഇവിടെ പൈ മൈനസ് അല്ലെങ്കിൽ പൈ മൈനസ് അതായിരിക്കും ചിലപ്പം കുറച്ചും കൂടി എളുപ്പം. പൈ മൈനസ് എക്സിന് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തു. നിങ്ങൾ വേണമെങ്കിൽ പൈ മൈനസ് എക്സിനെ ഫസ്റ്റ് ടൈം ആയിട്ടും ഇതിനെ സെക്കൻഡ് ടൈം ആയിട്ടും ചെയ്താലും കുഴപ്പമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2π. ഇങ്ങനെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന യാതൊരു നിർബന്ധവും ഇല്ല. പൈ മൈനസ് എക്സ് ഒരു ടേം ആയിട്ട് എടുക്കുവാണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. പൈ കോസ് എൻ എക്സിൻ്റേത് പൈ സൈൻ എൻ എക്സ് ബൈ എൻ, അത് ഇത്രേ ഉള്ളൂ. π/2 ടു 3π/2 മൈനസ് ഇനി അതിന് നമ്മൾ എക്സ് കോസ് എൻ എക്സിന് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ റേഞ്ച് π/2 ടു 3π/2 മൈനസ് ഇൻ്റഗ്രൽ π/2 ടു 3π/2 1 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് എന്ന് വരും. ഒരു ബ്രാക്കറ്റ് കൂടെ ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ 1/2π പൈ സൈൻ 3nπ/2 മൈനസ് പൈ സൈൻ nπ/2 ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ഇത്ര അല്ലേ വരുന്നത്? പൈ ഇൻറ്റു π/n കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണം എടുക്കാം. സൈൻ 3nπ/2 മൈനസ് പൈ സൈൻ nπ/2 ബൈ എൻ. ഇത് ഫസ്റ്റ് ടേം മൈനസ് ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പം 3π/2 സൈൻ 3nπ/2 മൈനസ് π/2 സൈൻ nπ/2 ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ഇത് മാത്രമല്ല ഈ മൈനസ് ഈ ഒരു ബ്രാക്കറ്റ് ഈ മൈനസ് ഉണ്ട് ഇവിടെ. ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുവാണേ, ശ്രദ്ധിക്കണം. ഞാൻ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ അടുത്ത ലൈനിൽ എഴുതുന്നതുകൊണ്ട് ഞാൻ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ ടേമിന് വാല്യൂസ് കൊടുത്തു, പിന്നെ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് പുറത്തുണ്ട്. ആ മൈനസ് ഓഫ് ദിസ് ഇൻറ്റു ഇതിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇത് കിട്ടി. ഇനി ഈ മൈനസും കൂടെ പ്ലസ് ഒരു 1/n പുറത്തെടുക്കാനാണ്. അപ്പോൾ പ്ലസ് 1/n ഇൻ്റഗ്രൽ ഓഫ് സൈൻ ചെയ്യുമ്പം cos nx by n π/2 ടു 3π/2 ഇത്രയും ടേംസ് ആണ് വരുന്നത്. ഇപ്പം 1/2π കോമൺ ആയിട്ടുണ്ട്. 1/2π ഇവിടെ നമുക്ക് π/n കോമൺ ആയിട്ട് എടുത്താൽ π/n സൈൻ 3nπ/2 മൈനസ് സൈൻ nπ/2. അടുത്തതിനകത്ത് 1/n കോമൺ ആയിട്ട് എടുത്താൽ 3π/2 സൈൻ 3nπ/2 മൈനസ് π/2 സൈൻ π/2 nπ/2 പ്ലസ് 1/n ഇൻറ്റു 1/n² വരും. ഒരു എണ്ണം കൂടെ ഉള്ളതാണ് 1/n² cos n 3π/2 cos n 3nπ/2 minus cos nπ/2. ഇനി നമ്മൾ വാല്യൂസ് നോക്കുകയാണെങ്കിൽ n = 1 വരുമ്പം 3π/2 അത് -1 വരും. ഇവിടെ 1 വരും. ഇപ്പോൾ -1 -2 അപ്പോൾ ഇത് -2. ഇവിടെ നോക്കുവാണെങ്കിൽ 3π/2 മൈനസ് -π/2 അപ്പോൾ -4π/2 എന്ന് പറയും -2π. ഇവിടെ -2π/n this is equal to 1/2π. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കട്ടെ. നമുക്ക് സൈൻ്റെ വാല്യൂസ് നോക്കുവാണെങ്കിൽ n ഈവൻ വരുമ്പോഴെല്ലാം ഇത് 0 ആയിപ്പോവും. ഓഡ് വരുമ്പോൾ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ ഓഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ
ഓഡ് വരുമ്പം n ഈക്വൽ ടു 1 വരുമ്പം ഇത് -2. അപ്പോൾ നമ്മൾക്ക് ഇത് -2. ഇവിടെ നമുക്ക് പൈയും കൂടെ പുറത്തെടുത്താൽ അതായിരിക്കും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ നമുക്ക് ഇവിടെയും π/2 ഉണ്ട്, ഇവിടെയും പൈ ഉണ്ട്, ഇവിടെയും പൈ. ഇപ്പം π/n കോമൺ ആയിട്ട് പുറത്തെടുത്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. sin 3n π/2 മൈനസ് sin n π/2. ഇവിടെ പൈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ -3/2 sin 3n π/2. ഈ മൈനസും കൂടെ പ്ലസ് 1/2 sin n π/2 പ്ലസ് 1/n² cos 3n π/2 മൈനസ് cos n π/2 എന്ന് വരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ടാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. π/n sin 3n π/2 മൈനസ് 3/2 sin 3n π/2. ഇവിടെ മൈനസ് sin n π/2 പ്ലസ് 1/2. അപ്പോൾ അത് ഇവിടെ 1 മൈനസ് 3/2 എന്ന് പറയുമ്പോൾ മൈനസ് 1/2 sin 3n π/2. ഇവിടെ മൈനസ് sin n π/2 പ്ലസ് 1/n² cos 3n π/2 മൈനസ് cos n π/2. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇനി നമ്മൾ നോക്കുക, n ഈക്വൽ ടു 1 കൊടുത്താൽ ഇത് -1 വരുമ്പോൾ ഇത് പ്ലസ് 1/2 എന്ന് വരും. അപ്പോൾ ഇവിടെ 1/2 ഉണ്ട്, ഞാൻ വിട്ടുപോയത്. മൈനസ് sin n π/2 പ്ലസ് സൈൻ എന്ന് പറയുമ്പോൾ 1/2. അത് -1/2 വേണം കോമൺ ആയിട്ട് എടുത്താലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. 1/2π മൈനസ് π/2n sin 3n π/2 പ്ലസ് sin n π/2 പ്ലസ് 1/n² cos 3n π/2 മൈനസ് cos n π/2. n ഈക്വൽ ടു 1 വരുമ്പോൾ ഇത് -1ഉം ഇത് +1ഉം 0 ആയിപ്പോൾ. n ഈക്വൽ ടു ഈ ടേം മാത്രം നമ്മൾ പറയുവാണെങ്കിൽ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ രണ്ടും 0. n ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ ഇവിടെ 9 π/2ഉം ഇവിടെ n ഈക്വൽ ടു 3 അല്ലേ, 3 കൊടുക്കുക. ഇവിടെ 3 π/2. അപ്പോൾ ഇത് -1 ഇത് +1 അതും 0. അപ്പോൾ എന്നിന് എന്ത് വാല്യൂ കൊടുത്താലും ഈ ടേം 0 ആണ്. പിന്നെ ഇവിടെ നോക്കുക, n ഈക്വൽ ടു 1 കൊടുക്കുമ്പം ഇവിടെ 3 π/2 0 ആണ്. അപ്പോൾ ഇവിടെ ഓഡ് വരുമ്പോഴെല്ലാം എന്തായാലും 0 ആണ്. ഈവൻ മാത്രം നോക്കിയാൽ മതി. ഈവൻ കൊടുക്കുമ്പം 3π മൈനസ് കോസ് പൈ രണ്ടും -1. അടുത്തത് n ഈക്വൽ ടു 4 കൊടുത്താൽ 6π മൈനസ് 2π അതും ഒരേപോലെ വരും. അപ്പോൾ ഈ ടേമുകളെല്ലാം 0 ആണ്. എങ്ങനെ കൊടുത്താലും, അതായത് നമ്മൾ എന്നിന് ഏത് വാല്യൂസ് കൊടുത്താലും n ഈവൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഈവൻ വരുമ്പം ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ 0 വരും. ഇവിടെ ഈവൻ കൊടുത്താൽ 3π മൈനസ് പൈ അല്ലെങ്കിൽ 5 പിന്നെ വരുന്നത് 2 ആണ് കൊടുക്കുക. 4 കൊടുത്താൽ 6π മൈനസ് 2π അതെല്ലാം ഒരേ ഈ വാല്യൂ സെയിം ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് -1 0 ആയിപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട് 0. അപ്പോൾ എങ്ങനെ കൊടുത്താലും ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് an-ഉം 0 കിട്ടി. ഇനി bn കാണാം. bn is equal to 1/π minus π/2 to π/2 x sin nx dx plus π/2 to 3π/2 π minus x sin nx dx. This is equal to 1/π. ഇത് ഓഡാണ്. ഇത് ഓഡായതുകൊണ്ട് നമുക്കതിന് 2 times integral 0 to π/2 x sin nx dx പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. π/2 to 3π/2 π മൈനസ് എക്സ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാതെ ഈ പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യാതെ ചെയ്യാം. sin nx dx. അപ്പോൾ 1/π കോമൺ ആയിട്ടുണ്ട്. അപ്പം 1/π ആദ്യത്തേത് 2 ഇൻറ്റു അവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് സൈൻ nx എന്ന് പറയുമ്പം എക്സ് ഇൻറ്റു മൈനസ് കോസ് nx ബൈ n ഫ്രം 0 to π/2 മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് കോസ് nx ബൈ n dx. ഇതാണ് ഫസ്റ്റ് ടേമിൻ്റെ വരുന്നത്. നമുക്കിതിൻ്റെ പുറത്തൊരു ബ്രാക്കറ്റ്
ഇതിൻ്റെ പുറത്ത് വലിയൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ മതി. കാരണം ഈ സ്ക്വയർ 2 ഇൻറ്റുവിൻ്റെ ബ്രാക്കറ്റ് ഞാനിപ്പോൾ നിർത്തിയിട്ടുള്ളൂ. ഇനി പ്ലസ് നമുക്കിനി എന്താ ചെയ്യേണ്ടത്? പൈ മൈനസ് എക്സിനെ ചെയ്യണം. പൈ മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈന് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. അതിൻ്റെ റേഞ്ച് പൈ ബൈ 2 ടു 3 പൈ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. പൈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, പൈയുടെ ഡെറിവേറ്റീവ് 0, മൈനസ് എക്സിൻ്റെത് -1 ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് പിന്നെ ഏറ്റവും അവസാനത്തെ ബ്രാക്കറ്റ് കൂടെ ക്ലോസ് ചെയ്തു. അപ്പം 1/π അത്രയും കോമൺ ആണ്. 2 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് നമ്മൾ എക്സ് പൈ ബൈ 2 കൊടുക്കുമ്പോൾ മൈനസ് പൈ ബൈ 2 കോസ് എൻ പൈ ബൈ 2 പ്ലസ് 0 ഡിവൈഡഡ് ബൈ എൻ. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് 1/n എടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് കോസ് സൈൻ എൻ എക്സ് ബൈ എൻ ഫ്രം 0 ടു പൈ ബൈ 2. ഇതാണ് 2 ഇൻറ്റുവിൻ്റെ ബ്രാക്കറ്റ്. പ്ലസ് ഇനി ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കുമ്പം പൈ മൈനസ് 3 പൈ ബൈ 2. അപ്പം പൈ മൈനസ് 3 പൈ ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് പൈ ബൈ 2. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ അത് പ്ലസ് പൈ ബൈ 2 കോസ് 3n പൈ ബൈ 2. ഇനി പൈ മൈനസ് ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. പൈ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 കോസ് n പൈ ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ n. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, മൊത്തം 3 മൈനസ് ഉണ്ട്. അപ്പം മൈനസ് 1/n പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഓഫ് കോസ് സൈൻ എൻ എക്സ് ബൈ എൻ. അത് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. എന്നിട്ട് വലിയ ബ്രാക്കറ്റും കൂടെ ക്ലോസ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 1/π 2 ഇൻറ്റു മൈനസ് പൈ ബൈ 2n കോസ് n പൈ ബൈ 2. ഇവിടെ 1/n സ്ക്വയർ സൈൻ n പൈ ബൈ 2 എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം സൈൻ 0 0 ഇവിടെ 1/n സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ ബൈ 2 മൈനസ് സൈൻ 0 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ 2 ഇൻറ്റുവിൻ്റെ ഇത്ര പ്ലസ് ഇവിടെ നോക്കുവാണെങ്കിൽ പൈ ബൈ 2n കോമൺ ആണ്. കോസ് 3n പൈ ബൈ 2 പ്ലസ് കോസ് n പൈ ബൈ 2 മൈനസ് 1/n സ്ക്വയർ സൈൻ 3n പൈ ബൈ 2 മൈനസ് സൈൻ n പൈ ബൈ 2. വലിയ ബ്രാക്കറ്റ് വേണം ക്ലോസ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു, ഇനി എക്സ്പാൻഡ് ചെയ്യാം. ആദ്യത്തേത് 2 വെച്ച് ചെയ്യുമ്പോൾ മൈനസ് പൈ ബൈ n കോസ് n പൈ ബൈ 2 പ്ലസ് 1/n 2/n സ്ക്വയർ സൈൻ n പൈ ബൈ 2. ഇനി അകത്തോട്ട് കയറ്റുമ്പം പ്ലസ് പൈ ബൈ 2n കോസ് 3n പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2n കോസ് n പൈ ബൈ 2 മൈനസ് 1/n സ്ക്വയർ സൈൻ 3n പൈ ബൈ 2 പ്ലസ് 1/n സ്ക്വയർ സൈൻ n പൈ ബൈ 2. ഇവിടെ 2/n സ്ക്വയറും 1/n സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3/n സ്ക്വയർ വരും അല്ലേ. ഇവിടെ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. പ്ലസ് 1/n സ്ക്വയർ സൈൻ n പൈ ബൈ 2. ഇവിടെ 2/n സ്ക്വയർ, അപ്പം 3/n സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 1/π. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കോമൺ ടേംസ് വരുന്നത് കോസ് n പൈ ബൈ 2 ആണ്. ഇവിടെ പൈ ബൈ 2n ഉണ്ട്, മൈനസ് പൈ ബൈ n ഉണ്ട്. അപ്പം പൈ ബൈ n കോസ് n പൈ ബൈ 2 കോമൺ ആയിട്ട് ഇതാ. ഇവിടെ -1 പ്ലസ് 1/2, അപ്പം -1/2. അപ്പം 3/n സ്ക്വയർ സൈൻ n പൈ ബൈ 2 മൈനസ് 1/n സ്ക്വയർ സൈൻ 3n പൈ ബൈ 2. അപ്പം 3 ടേംസ് എഴുതി. ഇനി ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പം മൈനസ് പൈ ബൈ 2n കോസ് n പൈ ബൈ 2
പിന്നെ മിച്ചം ഈ ടേമേ ഉള്ളൂ. പ്ലസ് പൈ ബൈ 2n കോസ് 3n പൈ ബൈ 2. എല്ലാതും ഒരു n വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം അല്ലേ. 3/n² സൈൻ n പൈ ബൈ 2 മൈനസ് 1/n² സൈൻ 3n പൈ ബൈ 2 മൈനസ് പൈ ബൈ 2n കോസ് n പൈ ബൈ 2 പൈ ബൈ 2n കോസ് 3n പൈ ബൈ 2. ഇതാണ് നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് a0ഉം an-ഉം bn-ഉം അതിൽ a0ഉം an-ഉം 0 കിട്ടി. bn ടേം മാത്രമേ ഉള്ളൂ. സോ the Fourier series expansion is 0 പ്ലസ് സിഗ്മ 0 പ്ലസ് വലിയൊരു ബ്രാക്കറ്റ് വേണം എഴുതാനായിട്ട് 1/π 3/n² സൈൻ n പൈ ബൈ 2 മൈനസ് 1/n² സൈൻ n പൈ ബൈ 2 മൈനസ് പൈ ബൈ 2n കോസ് n പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2n കോസ് 3n പൈ ബൈ 2 ഇൻറ്റു സൈൻ nx. ഇതാണ് നമുക്ക് വരുന്നത്. അത് ഈ 1/π നമുക്ക് കോമൺ ആക്കാം. 1/π. ഇനി നമുക്ക് n = 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. n = 1 കൊടുക്കുമ്പം 3/1² മൈനസ് 1. അപ്പം ഇവിടെ നമുക്ക് ആയിട്ട് സൈൻ n പൈ ബൈ 2, ഇത് സൈൻ 3n പൈ ബൈ 2 ആണ്. അപ്പം n = 1 കൊടുക്കുമ്പം ഇത് പ്ലസ് 1, ഇത് മൈനസ് 1. അപ്പം n = 1 കൊടുക്കുമ്പം 3 മൈനസ് 1. അപ്പം 3 മൈനസ് 1 ഇത്രയും വന്നു. 3 മൈനസ് 1 മൈനസ് പൈ ബൈ 2 ഇൻറ്റു കോസ് പൈ ബൈ 2 അത് 0 കോസ് 3 പൈ ബൈ 2 0. ദിസ് ടേം ഇൻറ്റു സൈൻ എക്സ്. അടുത്തത് n = 2 കൊടുക്കുമ്പം ഇത് 0, ഇത് 0. അപ്പം 0. ഈ സൈൻ n = 2 കൊടുക്കുമ്പോൾ ഇതും സൈൻ പൈയും സൈൻ 3π അത് രണ്ടും 0. പിന്നെ മിച്ചം മൈനസ് പൈ ബൈ 4 മൈനസ് പൈ ബൈ n = 2 കൊടുക്കും മൈനസ് പൈ ബൈ 4 മൈനസ് പൈ ബൈ 4 കോസ് പൈ മൈനസ് 1 കോസ് 3π അത് മൈനസ് 1 ആണ്. അപ്പം ഇവിടെ മൈനസ് പൈ ബൈ 4 ഇൻറ്റു മൈനസ് 1 മൈനസ് പൈ ബൈ 4 ഇൻറ്റു മൈനസ് 1 കോസ് പൈ ആണ്. അടുത്തത് കോസ് 3π അത് മൈനസ് 1. അപ്പം മൈനസ് പ്ലസ് പൈ ബൈ 4 ഇൻറ്റു മൈനസ് 1 വരും. അപ്പം അത് മൈനസ് പൈ ബൈ 4 സൈൻ 2x. അപ്പോൾ ഇത് ഈ രണ്ട് ടേമും കൂടെ 0 ആയിപ്പോവും. പ്ലസ് n = 3 കൊടുക്കണം. n = 3 കൊടുക്കുമ്പോൾ ഇത് 3π ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് 3. ഇവിടെ 3 കൊടുക്കുമ്പോൾ 9π ബൈ 2 ആണ്. 9π ബൈ 2 എന്ന് പറയുമ്പോൾ പ്ലസ് 1. അപ്പം 3 മൈനസ് 1 ഇൻറ്റു n = 1/3² മൈനസ് പൈ ബൈ 6 ഇൻറ്റു കോസ് 3π അത് 0. അപ്പം ഇത്രയും ടേം ഇൻറ്റു സൈൻ 3x. ഇനി സൈൻ 4x നോക്കുവാണെങ്കിൽ സൈൻ 4xന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ടേം 0 ഈ ടേം 0. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് 2π. അപ്പോൾ ഇത് 2π ആയതുകൊണ്ട് മൈനസ് പൈ ബൈ 8. ഇവിടെ 6π അപ്പോൾ പ്ലസ് പൈ ബൈ 8. അപ്പോൾ ആ ടേം 0. അപ്പോൾ ഇനി മുമ്പ് ഇവിടെ ചെയ്തപ്പോൾ 0 എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതും 0. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 0. ഇനി 5ന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 5π ബൈ 2. അപ്പോൾ അത് പോസിറ്റീവ്. 3 മൈനസ് 1 മൈനസ് പൈ ബൈ 2 ഇൻറ്റു 0
സൈൻ 5x പ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മളതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/π 3 മൈനസ് 1 4 മൈനസ് 0 4 സൈൻ എക്സ്. അടുത്തത് 0 1 ഇവിടെ 1/5² ഉണ്ടായിരുന്നേ. 1 മൈനസ് 4/3² ഈ ടേം 0 ആണ്. സൈൻ 3x പ്ലസ് 3 പ്ലസ് 1 4/5² സൈൻ 5x മൈനസ് എക്സെട്ര. 4 കൂടെ നമുക്ക് പുറത്തെടുത്താൽ 4/π സൈൻ എക്സ് മൈനസ് 1/9 സൈൻ 3x പ്ലസ് 1/25 സൈൻ 5x മൈനസ് എക്സെട്ര എന്ന് വരും. ഇതാണ് അതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും.